ആത്മാർത്ഥതയോടെ ഇറങ്ങുകയുണ്ട്. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു BJPയുടെ തൃശ്ശൂർ വിജയം അവർ രണ്ട് സ്ഥലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധ വെച്ചത് തിരുവനന്തപുരവും തൃശ്ശൂരുമായിരുന്നു. അപ്പോൾ ആ വിക്ടറി മാർജിൻ അവരുടെ അവിടെ കാണുമ്പോൾ ശരിക്കും അത് കണ്ടിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ അവർ പരാജയം അളക്കേണ്ടത്. അവർ അത്രത്തോളമാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെയും അവർക്ക് ഒരു ബേസ് ഉണ്ടെന്ന് ഒരു സംശയവുമില്ല. കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് വന്നു. ഇപ്പോഴും അവർക്കത് ചെയ്യാൻ സാധിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം BJPക്ക് മനസ്സിലാക്കാൻ ആവശ്യമുള്ളത് വർഗീയതയ്ക്കൊരു പരിധിയുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിലെ ന്യൂനപക്ഷികളുടെ വോട്ട് എടുക്കാൻ വേണ്ടി നല്ലോണം ശ്രമം നടത്തി. അതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. BJPക്ക് അതുകൂടി മനസ്സിലാക്കണം. അവരുടെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നാലേ കേരളത്തിൽ അവർ സന്ദേശം കേൾക്കാൻ ജനങ്ങൾ തയ്യാറാവും. പക്ഷേ എൻ്റെ 2 എതിരാളികളും നല്ലൊരു മത്സരം ചെയ്തു. നന്നായി അവർ പോരാട്ടം നടത്തി. ഇവിടെ രാജീവ് ചന്ദ്രശേഖരും പനിയൻ രവീന്ദ്രനും ഞാൻ 2 പേർക്കും ബഹുമാനത്തോടെ ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. ഇത് എളുപ്പമായിരുന്നില്ല. പക്ഷെ അവസാനത്തിൽ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാൻ ഈ നഗരത്തിൻ്റെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സേവനം ചെയ്യാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് കോവളം, നെയ്യാറ്റിൻകര, പാറശാല, തിരുവനന്തപുരം ഇതെല്ലാവരും എൻ്റെ ഒപ്പം ഇത്രത്തോളം സ്നേഹത്തോട് തന്നതിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയട്ടെ. ഈ നാടിൻ്റെ ഭാവി നമ്മളെല്ലാവരും ചിന്തയാണ്. കേരളത്തിൻ്റെ ഭാവിയും ഈ തലസ്ഥാനത്തിൻ്റെ ഭാവിയും നമ്മളുടെ ഒരു കടമയായിട്ട് എടുത്തിട്ട് ഇനിയും നമ്മൾ നന്നായി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒരിക്കലും കൂടി വോട്ടർമാർക്ക് എൻ്റെ ആത്മാർത്ഥ നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.